വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാദമി NIOS SSLC ഇംഗ്ലീഷിലെ 11ാമത്തെ അധ്യായമായിട്ടുള്ള മൈ എൽഡർ ബ്രദർ എന്നുള്ള അധ്യായമാണ് നമുക്ക് ഇന്നൊരു വീഡിയോയിൽ പറയാനുള്ളത്. മൈ എൽഡർ ബ്രദർ എന്ന് പറയുന്നത് രണ്ട് സഹോദരങ്ങളുടെ കഥയാണ്. രണ്ട് സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പല സഹോദരങ്ങളെക്കുറിച്ചും പല കഥകളും നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ അതിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥയാണ് നമ്മുടെ മൈ എൽഡർ ബ്രദർ എന്ന് പറയുന്ന ഈ ഒരു കഥ. ഓക്കെ, ഈ ഒരു കഥയിൽ പ്രധാനമായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. കഥയിലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് വഡോളയും നിക്കിയുമാണ്. വഡോള മൂത്ത സഹോദരനാണ്, നിക്കിയാണ് ചെറുത്. അപ്പോൾ വഡോളയാണ് ഈ ഒരു സ്റ്റോറി നരേറ്റ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വഡോളയെ മൂത്ത സഹോദരനെ കുറിച്ച് നിക്കിക്ക് എപ്പോഴും പരാതിയാണ്, അല്ലെ? പരാതി എന്നല്ല, അവര് സഹോദരങ്ങളാണ്, ഭയങ്കര സ്നേഹത്തിലും എല്ലാ കാര്യത്തിലും അവർ സഹകരിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. പക്ഷേ വഡോളക്ക് കൂടുതൽ കഴിവുകൾ ഉണ്ടെന്നും അവന്റെ ഹോബീസുകളൊക്കെ അവൻക്ക് നിക്കിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണെന്നൊക്കെ തോന്നുക. എന്നെക്കാളും ഉയർന്നിട്ടുള്ള കഴിവുകളുള്ള ഒരു വ്യക്തിയാണ് തൻ്റെ സഹോദരൻ എന്നുള്ളൊരു തോന്നല് ആർക്ക് വന്നു കഴിഞ്ഞു? നമ്മുടെ നിക്കിക്ക് വന്നു കഴിഞ്ഞു. അങ്ങനെയാണ് ഒരു ദിവസം നമ്മളുടെ വഡോള ഒരു ഗ്ലാസ് കൊണ്ട്, അല്ലെ, ഒരു സ്പ്രേ കുപ്പി കൊണ്ടുവരികയാണ്. സ്പ്രേ കുപ്പി വീട്ടിൽ കൊണ്ടുവരികയും നിക്കിയുടെ കയ്യിൽ നിന്നും അത് അറിയാതെ നിലത്ത് വീണ് പൊട്ടുകയും ചെയ്യും. പക്ഷേ നിക്കി അത് പുറത്ത് കാണിക്കില്ല. തൻ്റെ കയ്യിൽ നിന്നാണ് വീണത്, ഉടഞ്ഞതൊന്നും പുറത്ത് കാണിക്കുന്നില്ല അവര്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം വൈകി തൻ്റെ സഹോദരൻ മനസ്സിലാക്കുകയാണ് എന്ത് അനിയനായിട്ടുള്ള നിക്കിയിൽ നിന്നുമാണ് തൻ്റെ സ്പ്രേ കുപ്പി പൊട്ടിയിട്ടുള്ളതെന്ന്. അതിനുശേഷം അവർ തമ്മിൽ ഭയങ്കര ഒരു ഫൈറ്റ് നടക്കണം. ഫൈറ്റല്ല, തമ്മിൽ പോരാട്ടങ്ങൾ, പരസ്പര വാക്ക് തർക്കങ്ങൾ നടന്ന് അവർ പിണങ്ങുകയാണ്. പിന്നെ ആർക്ക് മനസ്സിലാകും? നിക്കിക്ക് ഇതിൽ ഖേദം ഉണ്ടാവും, അല്ലെ? തൻ്റെ എല്ലാ കഴിവുകളും മനസ്സിലാക്കി തന്നെ ചേർത്ത് പിടിക്കുന്ന സഹോദരനെയാണ് താൻ എന്താക്കുന്നത് വളരെ സങ്കടപ്പെടുത്തുന്നൊരു തോന്നൽ, കുറ്റബോധം ഉണ്ടാവുകയും അവർ വീണ്ടും നല്ല സഹോദരങ്ങളായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു കഥയാണ് നമ്മളുടെ ഈ ഒരു 11ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. വളരെ രസകരമായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കഥയാണ് മൈ എൽഡർ ബ്രദർ എന്നുള്ള ഈ ഒരു കഥ. ഇതിലുള്ള ഇനി പ്രധാനപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. നമ്മള് സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ അവര് വെറും ഒരു സഹോദരങ്ങളായിരുന്നില്ല, ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു, അല്ലെ? ദേ ആർ ബെസ്റ്റ് ഫ്രണ്ട്സ്. അവര് നല്ലൊരു ഫ്രണ്ട്സ് എന്നതിലുപരി എല്ലാ കാര്യത്തിലും പങ്കുചേരുന്ന ആളുകളായിരുന്നു. എന്നിട്ടും അവരുടെ നിക്കിക്ക്, തന്റെ അനിയൻക്ക് ഏട്ടനെ കുറിച്ച് എപ്പോഴും പരാതികൾ, അല്ലെ? തന്നെക്കാളും കൂടുതൽ കഴിവുള്ള ആളാണ്, തന്നെക്കാളും നല്ല നല്ല ഹോബീസുകളുള്ള ആളാണ് തന്റെ സഹോദരൻ എന്നുള്ളൊരു തോന്നൽ നിക്കിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ ഏറ്റവും മൂത്ത സഹോദരൻ ആരാ? ഒന്നും കൂടി പ്രായം കൂടിയ ആള് വഡോളയാണ്. ഓക്കെ, ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ Nikki was most upset by which aspect of Vadola's personality? ഏതൊരു വ്യക്തിത്വത്തെയാണ് തൻ്റെ നിക്കി സഹോദരനിൽ നിന്നും ഇഷ്ടപ്പെട്ടിരുന്നത്, അല്ലെ? അതായത് നിക്കി വാസ് മോസ്റ്റ് അപ്സെറ്റ്, അല്ലെ? ഏറ്റവും കൂടുതൽ അപ്സെറ്റ് ആയിട്ടുള്ള കാര്യം എന്തായിരുന്നു? വിച്ച് ആസ്പെക്ട്, ഏതൊരു കാഴ്ചപ്പാടാണ് തൻ്റെ സഹോദരൻ, എന്തൊരു കഴിവിന്റെ കാര്യത്തിലാണ്, എന്തൊരു വ്യക്തിത്വത്തിന്റെ കാര്യത്തിലാണ് സഹോദരന്റെ കാര്യത്തിൽ നിക്കി ആശങ്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത്, നിക്കിക്ക് ഏറ്റവും കൂടുതൽ സഹോദരന്റെ ഹോബീസ്, അവന്റെ ഓരോ പേഴ്സണാലിറ്റി, ഓരോ കാര്യങ്ങൾ, അതുപോലെ തന്നെ അവന്റെ കഴിവുകൾ, ഓരോ സ്ഥലത്ത് പ്രകടിപ്പിക്കുന്ന കഴിവുകളൊക്കെ നിക്കിയിൽ നിന്നും വ്യത്യസ്തമായിരുന്നു വഡോള. ഓക്കെ, അതുകൊണ്ടാണ് വഡോളയുടെ ഈ ഒരു പേഴ്സണാലിറ്റിയിൽ നിക്കിക്ക് കൂടുതൽ ആശങ്കകൾ ഉണ്ടാകുന്നത്. ഓക്കെ, അതുപോലെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ടു ക്വാളിറ്റീസ് ഓഫ് വലോദ, അല്ലെ? വലോദ്യ ഹാവ് ബീൻ ഹൈലൈറ്റഡ് ബൈ ദ ഓദർ, അല്ലെ? ഓദർ ആയിട്ടുള്ള ആള് ഏതൊരു കാര്യമാണ് വഡോളയിൽ നിന്നും എടുത്തു കാണിക്കുന്നത്, ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്നുള്ളതാണ്. രണ്ട് പേഴ്സണാലിറ്റി കാര്യങ്ങൾ പറയാനാണ്. അപ്പൊ ഈ കഥ മനസ്സിലായാൽ ഇതൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ കഴിയും എന്നുള്ളതാണ്. കൂടുതൽ അറിയുവാനും, ഇതൊക്കെ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു നിന്ന് മാത്രം, ഇനി കൂടുതൽ അറിയുവാനും പഠിക്കുവാനും താല്പര്യമുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ നാഷണൽ അക്കാദമിയിൽ ജോയിൻ ചെയ്യുക, അഡ്മിഷൻ ഉറപ്പുവരുത്തുക. നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എല്ലാ കാര്യങ്ങളും നമ്മളുടെ
സ്വന്തം ആപ്പിലൂടെയാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആ കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ ചെയ്യുക. അതുപോലെ തന്നെ എക്സാം ഓറിയന്റഡ് ലൈവ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞങ്ങളുടെ നാഷണൽ അക്കാദമിയിൽ ജോയിൻ ചെയ്യുക, അഡ്മിഷൻ ഉറപ്പുവരുത്തുക. താങ്ക് യു ടു ഓൾ.